പാലക്കാട് തിരുനെല്ലായിൽ കുടിവെള്ളം എത്തുന്നില്ല എന്നൊരു പരാതി ഉയരുകയാണ്. നാട്ടുകാർ റോഡൊക്കെ ഉപരോധിച്ച് ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, കയ്യിൽ കുടമൊക്കെ പ്ലാസ്റ്റിക് കുടങ്ങൾ കൊണ്ടുവന്ന് നടു റോട്ടിൽ കുത്തിയിരുന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. 6 ദിവസമായി ഈ പ്രദേശത്ത്, ഈ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിയിട്ടില്ല, കുടിവെള്ളം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. വെള്ളമില്ല സാറേ, വെള്ളമില്ല. 70 വയസ്സായി, ഈ വയസ്സായ മക്കളില്ല, കുട്ടികളില്ല. വല്ലാത്തൊരു പാടല്ലേ, കഷ്ടപ്പാട്. 5 മണിക്ക് എന്തൊക്കെ ചെയ്യും 5 മണിക്ക് പണി വിട്ട് വന്ന് കഞ്ഞി കുടിക്കുക, വെള്ളത്തിന് ആരാന്റെ വീട്ടിൽ പോവോ? ആരാന്റെ വീട്ടിൽ പോയിട്ടാണ് എന്തോ ഒരു പാട്. പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇവർക്ക് ഒരു വീട്ടിൽ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞാൽ കിണറുള്ള വീടുകൾക്ക് വെള്ളം ഉപയോഗിക്കാനും പറ്റില്ല. കാരണം ഒക്കെ ഈ 2 സെന്റ് സ്ഥലങ്ങളിൽ അവരുടെ കക്കൂസ് ഇങ്ങനെയുള്ള മാലിന്യങ്ങളും ആയിരിക്കും. അപ്പൊ കിണർ വെള്ളം ഉപയോഗശൂന്യമാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് നിർത്തിയിട്ട് ഒരു നേരം വിട്ടു കഴിഞ്ഞാൽ അടുത്ത നേരം വെള്ളം ഉണ്ടാവുകയില്ല. അപ്പൊ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പാഞ്ഞിട്ട് ദിവസങ്ങളോളായി. ചില വീടുകൾ ഭക്ഷണം പോലും പാചകം ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. കാരണം ഒരു വീട്ടിൽ എത്ര തവണ കൊടുക്കുക? അവർ കുറച്ച് സമയം വിട്ടുതരും, ആ സമയത്തിനുള്ളിൽ തന്നെ വാൾവ് അടച്ചു വെക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ വാർഡിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്ന് നമുക്കറിയില്ല. ഈ മഴക്കാലത്ത് ഇത്രയും അധികം പ്രതിസന്ധി എന്തുകൊണ്ടാണ് അവർ നേരിടുന്നത്? നമുക്ക് പാലക്കാടിന്റെ പ്രത്യേക സാഹചര്യമൊക്കെ ഓർമ്മയുണ്ട്. അവിടെ മഴവെള്ള സംഭരണി അടക്കം നിർമ്മിച്ച സ്ഥലമാണ്. അത് വിജയകരമായി മുന്നോട്ട് പോകുന്നുവെന്ന് അവകാശപ്പെടുന്ന ജില്ലയാണ്. പിന്നെ എന്തുകൊണ്ടാണ് 6 ദിവസമായി ഈ ഭാഗത്ത്, ഈ തിരുനെല്ലായി ഭാഗത്ത് വെള്ളം കിട്ടാത്തത്, കുടിവെള്ളം കിട്ടാനില്ലാത്തത്? കുടിവെള്ളം എന്തുകൊണ്ടാണ് കിട്ടാക്കനിയാകുന്നത്? ചോദ്യം അവശേഷിക്കുന്നുണ്ട്.